ഇന്ന് റേഡിയോ മാംഗോ സോഷ്യൽസിലെ റേഡിയോ മാംഗോ ടീമിന്റെ കൂടെ ഉള്ളത് ആരാണ്? ഇറ്റ്സ് നൺ അതർ ദാൻ റിച്ചുട്ടൻ. ഹലോ. താങ്ക് യു. അപ്പൊ റിച്ചർഡിനെ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് റിയാലിറ്റി ഷോസിലൂടെയാണ്. ആദ്യം മലയാളത്തിൽ റിയാലിറ്റി ഷോ ചെയ്തു, പിന്നെ ബോളിവുഡിൽ റിയാലിറ്റി ഷോ ചെയ്തു. അപ്പൊ ഈ ഒരു റിയാലിറ്റി ഷോ ജേർണി എങ്ങനെയായിരുന്നു? സാധാരണ ഇരുന്ന് ടി വി ഒക്കെ കാണുന്ന രീതിക്കാണ്. അപ്പോൾ പെട്ടെന്നാണ് ആദ്യം ഞാൻ പോയ ടോപ്പ് സിംഗർ അല്ലേ, അപ്പോൾ പെട്ടെന്നാണ് ഓഡിഷൻ വന്നത്. അപ്പോൾ ഓഡിഷനിൽ കോഴിക്കോട് ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് എൻ്റെ ചേച്ചിക്കൊരു പെട്ടെന്നൊരു ബുദ്ധി തോന്നിയതാണ്, എന്നും കൂടെ കൊണ്ടുപോയാലോ എന്ന്. അപ്പോൾ അങ്ങനെ ഒരു ആവശ്യപ്പെട്ടു പോയി. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ മെല്ലെ അച്ഛനും അമ്മയും കാണാണ്ട് ബൈക്കിൻ്റെ ഡിക്കി തുറന്നിട്ട് അതിൽ ഞങ്ങൾ ഡ്രസ്സൊക്കെ വെച്ച് ഞങ്ങൾ ആദ്യം മുതൽ ബീച്ചിൽ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്ത്. കാരണം എടുത്തടുത്താണ്. അപ്പോൾ അതിനു വേണ്ടി പ്ലാൻ ചെയ്ത് പോയതാണ്. സത്യം പറഞ്ഞ ഓഡീഷനിൽ പോയതെന്നല്ല പോയി, സത്യം പറഞ്ഞാൽ ഞങ്ങൾ ലക്ഷ്യം ബീച്ചിൽ പോയതായിരുന്നു. ഒരു ബീച്ചിൽ പോകാൻ വേണ്ടി പോയ പോക്ക് ഇങ്ങനെയായി മാറിയതാണ്. ഒരു ബീച്ചിൽ പോയ പോക്ക് ഇപ്പൊ ഇങ്ങനെയായി. സ്കൂളൊക്കെ ചെറുപ്പകാലത്ത് മിസ് ചെയ്തിട്ടുണ്ട്. ചില സമയത്ത് ആ സമയത്തൊക്കെ ഞാൻ പറയായിരുന്നു, എനിക്ക് സ്കൂളിൽ പോയാൽ മതിയായിരുന്നു, നിങ്ങൾക്കൊക്കെ സ്കൂളിൽ പോകാൻ ഭാഗ്യം വേണമെന്ന്. അപ്പം എന്നോട് ചോദിക്കും, എന്ത് ഭാഗ്യം, ആദ്യം ഒന്ന് ഇങ്ങനെ പോയി നോക്ക്. എന്നിട്ടും ഞാൻ എല്ലാവരോടും പറയും എനിക്ക് സ്കൂളിൽ പോകണം. ഇപ്പോൾ ഈ കൊല്ലം പോയി സ്കൂളിൽ പോയതിനു ശേഷം എനിക്ക് സ്കൂളിൽ പോകണ്ടെന്ന് ഞാൻ ഇന്ന് നേരെ തിരിഞ്ഞു. तो ये कोഴിക്കോട് के बारे में क्या ख्याल है? ഇത്രയും ക്വസ്റ്റ്യൻസ് മതി നമുക്ക് ഹിന്ദിയിലല്ലേ? ഐ ക്വിറ്റ്. അവിടെ റിയാലിറ്റി ഷോയില് ഫസ്റ്റ് പറഞ്ഞ ഒരു ഹിന്ദി ഡയലോഗ് എന്താ ജഡ്ജസ് ഒക്കെ സംസാരിച്ചപ്പോ? ടെമ്പോ തോടാ സാധാ. പക്ഷെ ചില ആൾക്കാർക്ക് തോന്നി ഞാനത് മനഃപൂർവ്വം പറഞ്ഞത്, അവര് പറയാന്ന് ചില ആൾക്കാർക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്റെ ഇഷ്ടത്തിന് പറഞ്ഞത്. കേരളത്തിലുള്ള നമ്മളുടെ റിയാലിറ്റി ഷോയും ഹിന്ദിയിലേക്ക് പോകുന്ന സമയത്തുള്ള ഒരു റിയാലിറ്റി ഷോയും തമ്മിലുള്ളൊരു ഡിഫറൻസ് എങ്ങനെ ഫീൽ ചെയ്യുന്നു? ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അത്രയും വലിയ ഡിഫറൻസ് ഇല്ല, എന്നാലും കുറച്ചും കൂടുതൽ ഡിഫറൻസ് ഉള്ള എനിക്ക് തോന്നുന്നു ഹിന്ദിയിലാണെന്ന് തോന്നുന്നുണ്ട്. കാരണം ഹിന്ദിയിൽ ഞങ്ങളെ സ്വന്തം എഴുതി പഠിക്കുക പാട്ട്. അതായത് ഒരു സോങ് പഠിക്കണമെങ്കിൽ നമ്മളത് ഒരു ബുക്കിൽ 2 വട്ടം പ്രാവശ്യം എഴുതിയാൽ നമുക്ക് കാണാപ്പാടായിരിക്കും. അത് നല്ല ട്രിക്ക്, അതായത് വേഗം പാട്ട് പഠിക്കാനാവും. പിന്നെ അവിടെ നിന്ന് തന്നെ കുറേ സ്വരങ്ങളും സാധകങ്ങളൊക്കെ അവർ തന്നെ ചെയ്യിപ്പിച്ചു തരും. അതുകൊണ്ടാണ് എനിക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയി എൻ്റെ വോയിസ്. പിന്നെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ അന്ന് കൊറോണ ടൈം ആയതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ കറങ്ങാനും പുറത്തൊന്നും പോകാനാവൂല. പക്ഷേ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ അടിപൊളിയായത് എനിക്ക് കേരളത്തിൽ തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. അതായത് ഫ്രണ്ട്സിനൊക്കെ കാണാം, കറങ്ങി നടക്കാം, ഫുള്ള് എൻജോയ് ചെയ്യാമല്ലോ. അപ്പോൾ അതാണ് സത്യം പറഞ്ഞാൽ രണ്ടിൻ്റെയും ഡിഫറൻസ്. പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ മലയാളത്തിലാണ് എനിക്ക് നല്ലപോലെ വോയിസ് ഒന്ന് ക്ലിയർ ആയി. പിന്നെ അത് ഹിന്ദിയിൽ എത്തിയപ്പോൾ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആയി, അത്ര സ്പർശമണയാതാവുമ്പോൾ ഇരവിന്റെ തോഴി കരളിന്റെ റാണി വരുമോ നീതിലേ. ഇരവിന്റെ തോഴി കരളിന്റെ റാണി വരുമോ ഇതിലേ കൂട്ടുകാരി. കൊതിച്ചിട്ടും വരാനിന്റെ വൈകിനി, കൊതിച്ചിട്ടും വരാനിന്റെ വൈകിനി. ഓ മധുപകരുണി താരകേ, മന